നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കോടീശ്വരനായി പോയി എന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരാളാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. ഈ കോടീശ്വരനായി എന്ന് കുറേ സ്ഥാപനങ്ങളുണ്ട്, കുറേ കമ്പനികളുണ്ട്. ആ കമ്പനികളുമായൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലമൊക്കെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനുമപ്പുറം ഏതോ ക്രിമിനൽ കുറ്റം ചെയ്തതുപോലെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്ന് വേട്ടയാടി അദ്ദേഹത്തിന് ഇത്ര കമ്പനിയുണ്ട്, അവിടെ ഇത്ര ഷെയറുണ്ട്, അത് കൊടുത്തിട്ടില്ല, ഇത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് BPL വിറ്റ കാശ് എവിടെ, ആ കാശ് എവിടെ പോയി, ആ കാശ് ഇവിടെ കാണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രപ്പഗണ്ട അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ചില മാധ്യമങ്ങൾ വളരെ വിശദമായി തന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സത്യങ്ങളോ അർദ്ധസത്യങ്ങളോ ഒക്കെ പ്രചരിപ്പിക്കുന്നുമുണ്ട്. ഏതായാലും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ കൃത്യമായ രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ ടാക്സ് അടച്ച വിഷയമാണെങ്കിൽ പോലും അത് തെളിയിക്കുന്നതിന് ആവശ്യമായ നിരവധി രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാധാരണക്കാരെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക്, വലത് മുന്നണിക്ക് ഒരുപക്ഷെ വലത് മുന്നണിയിൽ UDF അത്ര കണ്ടു പ്രശ്നമില്ല എങ്കിൽ പോലും ഇടതു മുന്നണിക്കാർക്ക് പണക്കാരൻ, നല്ല കുടുംബം എന്നൊക്കെ കേട്ടാൽ ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാകും. രാജകുടുംബം, പണക്കാർ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ വാക്ക് കേട്ടാൽ തന്നെ ചൊറിച്ചിലുണ്ടാകും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ കോടീശ്വരനാണെന്ന് ഏതോ ക്രിമിനൽ കുറ്റമായ പോലെയാണ് രാജീവ് ചന്ദ്രശേഖറിനെ വിശേഷിപ്പിക്കുന്നത്. ഏതോ ക്രിമിനൽ കുറ്റം ചെയ്ത പ്രതിയെ പോലെയാണ്. രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം BPLുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ കോടികളുടെ ആസ്തിയുള്ള ഒരു കുടുംബത്തിലേക്കാണ് അദ്ദേഹം വിവാഹം കഴിച്ചു തന്നത്. അദ്ദേഹത്തിന് അതുപോലെ തന്നെ വരുമാനം പല സ്രോതസ്സുകളിൽ നിന്നുണ്ടായിരുന്നു. അദ്ദേഹം ജോലി ചെയ്തുണ്ടാക്കിയ ആളാണ്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം രാഷ്ട്രീയം കണ്ട് തൻ്റെ ബിസിനസ്സോ മറ്റ് സാമ്രാജ്യങ്ങളോ ഒന്നും ഉപേക്ഷിച്ചില്ല. അദ്ദേഹം ബിസിനസ് നടത്തുകയും സമ്പാദിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. സാധാരണക്കാരൻ്റെ പൈസയിൽ നിന്നെടുക്കുന്ന ടാക്സ് കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒന്നുമല്ല അദ്ദേഹം ഇത്തരത്തിൽ ഇനി കോടീശ്വരനായിട്ടുണ്ടെങ്കിൽ തന്നെ ആയിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ എന്തിൻ്റെ പ്രശ്നമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കമുള്ളവർക്ക്? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മറ്റൊന്നും അറിയേണ്ടതില്ല. സാധാരണ ഒരു BTech ബിരുദധാരിയായ ഒരു യുവതി ബാംഗ്ലൂരിൽ IT കമ്പനി തുടങ്ങിയതും 100 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള സാമ്രാജ്യം ഉണ്ടാക്കിയതും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങിയതും കണക്കിൽപ്പെടാത്ത കാശ് വന്നതും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലും പേര് വലിച്ചിക്കപ്പെട്ടപ്പോഴും ഒന്നും കൂടുതൽ അന്വേഷണങ്ങളൊന്നും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. രാജീവ് ചന്ദ്രശേഖർ നേരത്തെ മുതൽ തന്നെ അദ്ദേഹത്തിന് ആസ്തിയുള്ള ഒരാളാണ്. അദ്ദേഹം ബിസിനസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയും കാലം ഇപ്പോഴും നിലവിലും അദ്ദേഹം ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാലം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം അതുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന പൊതുപ്രവർത്തകൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറെ ആക്രമിക്കാനാണ് സാധാരണക്കാരായ ജനങ്ങളെക്കാൾ ഉപരി ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ശ്രമം നടത്തുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഇതിൻ്റെ പിന്നിലെ അജണ്ട വ്യക്തമാണ്. ശശി തരൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശശി തരൂരിനെ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ ശശി തരൂരിനെ പാലൂട്ടി വളർത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായി ഗുരുമൂർത്തിയുടെ പേരടക്കം പരാമർശിച്ചുകൊണ്ട് ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിനു മുമ്പ് ഒരു വാർത്ത വരുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകാത്തത്? ആ വാർത്ത എന്തുകൊണ്ടാണ് അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്? അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് എവിടെയാണ് സംവിധാനമില്ലാത്തത്? ഡൽഹിയിൽ ഗുരുമൂർത്തിയുണ്ട്, ഡൽഹിയിൽ ഇവർക്കെല്ലാം ബ്യൂറോ ഉണ്ട്. ഗുരുമൂർത്തിയോട് ചോദിക്കാം, അല്ലെങ്കിൽ സാധ്യമായ എല്ലാ വഴികളും തേടാം. അതൊന്നും ചെയ്യാതെ ശശി തരൂരിനെ പാലൂട്ടി വളർത്തി ശശി തരൂരിനെ വലിയ വിശ്വപൗരനാക്കി അവതരിപ്പിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറെ വില്ലനാക്കി അവതരിപ്പിക്കുന്നത് എന്തിനാണ്? രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റിൽ ജോലി ചെയ്തിരുന്ന രാജീവ് ചന്ദ്രശേഖറെ കൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ടാക്കിയ, ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് കുടുംബം പുലർത്തിയ പലരും, അവരുടെ കുടുംബക്കാരും കുടുംബവും ഒക്കെയാണ് ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ കടന്നാക്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് അംബാനി, അദാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവർ അംബാനി ചാനലുമായി വന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ അന്തംഗമ്മികളും ആ ചാനലിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പണക്കാരെ കാണുമ്പോൾ ചൊറിച്ചിലുണ്ടാകുമെങ്കിലും പക്ഷേ അവർക്ക് ജോലി കിട്ടിയാൽ പിന്നെ അവരവിടേക്ക് കയറും. അവിടെ ഇരുന്ന് ചൊറിഞ്ഞപ്പോൾ
അതായത് അംബാനിയുടെ ചാനലിൽ ഇരുന്ന് പുറത്തേക്ക് ചൊറിച്ചിൽ നടത്തിയപ്പോൾ അംബാനി ഇടപെട്ട് ചിലരുടെയൊക്കെ ചൊറിച്ചിൽ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നതുകൊണ്ട് തൽക്കാലം ചൊറിച്ചിലൊക്കെ നിർത്തിയിരിക്കുകയാണ്. ഇനി പുറത്തിറങ്ങുമ്പോഴാണ് ഇവരുടെ യഥാർത്ഥ മുഖം കാണാൻ വരുന്നത്. അങ്ങനെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. ജനം ചാനലിലടക്കം ജോലി ചെയ്തിരുന്ന ചിലർ അവിടെ നിന്നപ്പോൾ വലിയ സംഖ്യകളെ വെല്ലുന്ന സംഖ്യകളായി മാറിയിരുന്നവർ ഇന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ മാധ്യമധർമ്മം മാറ്റിവെച്ചുകൊണ്ടാണ് ജോലിയെടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരെ മറിച്ച് വാർത്തയുടെ യഥാർത്ഥ വശം പുറത്തു വരാൻ അവരാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ തളർത്താനുള്ള വഴികളും ഇവർ തേടാറുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, ശശി തരൂരിനെ പാലൂട്ടുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളാണ്. അവരാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും എന്ന കാര്യത്തിൽ സംശയമില്ല. ചില ഓൺലൈൻകാരും ശശി തരൂരിൻ്റെ പിണിയാളുകളായ ചില ഓൺലൈൻകാരും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശശി തരൂർ ചെയ്ത കാര്യങ്ങൾ, ആ വികസന കാര്യങ്ങൾ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഭാരത് ലൈവ് അടക്കമുള്ള മാധ്യമങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ ഒപ്പം നിൽക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സംശുദ്ധമായ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാത്ത സംശുദ്ധമായ പോസിറ്റീവ് രാഷ്ട്രീയത്തിനുടമയായ വികസനത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മുടെ രാഷ്ട്രീയത്തിന് ഗുണകരമാകേണ്ടത്. രാഷ്ട്രത്തിന് ഗുണകരമാകേണ്ടത് രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. മറിച്ച് രാജീവ് ചന്ദ്രശേഖർ കോടീശ്വരനായിപ്പോയി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ വിലപിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനവും രാജീവ് ചന്ദ്രശേഖറിന്റെ കുടുംബത്തിലെ സ്വത്തുക്കളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് വാർത്ത ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും ഒന്നുമല്ല നമുക്ക് ഗുണകരമാകുന്നത്. നമുക്ക് ഗുണകരമാകുന്നത് രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറെ ഞാൻ പലപ്പോഴും സപ്പോർട്ട് ചെയ്യാറുള്ളത്. ഇന്ന് വരെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടാകാത്തൊരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം ആരോപണ നിഴലിലേക്കൊക്കെ എത്തുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയക്കാരുമാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായും കൃത്യമായി ഏതായാലും 18 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള രാജീവ് ചന്ദ്രശേഖർ തെറ്റായ വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ഏതായാലും അത് സാങ്കേതികമായ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വത്തുക്കളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതോ ഒക്കെ ആവാം. കാരണം അദ്ദേഹം അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തൊക്കെ മക്കൾക്ക് കൊടുക്കുക സ്വാഭാവികമാണ്. അവരെ വിവാഹം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴൊക്കെ സ്വത്ത് കൊടുക്കുകയും എഴുതി വെക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ തീർച്ചയായും അത്തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഒരു കോടീശ്വരനായി പോയത് കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് സാമ്പത്തികമുണ്ട്, അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാമ്പത്തികം തന്നെയാണ്. അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തുനിന്നോ രാഷ്ട്രീയ രംഗത്തുനിന്നോ ഉണ്ടാക്കിയ സാമ്പത്തികമല്ല. അദ്ദേഹത്തിന് കുടുംബപരമായി ഉണ്ടായിരുന്ന സ്വത്തുവകകളുടെ അത് ഇരട്ടിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ അത്തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. വലിയ ബിസിനസ് അദ്ദേഹം നടത്തുന്ന ബിസിനസ് ലാഭകരമായിരുന്നിരിക്കാം. അപ്പോഴും അദ്ദേഹം ബിസിനസ് നടത്തുമ്പോഴും ഒരുപാട് പേർക്ക് ഗുണകരമായ ബിസിനസ്സുകളാണ് അദ്ദേഹം ചെയ്യുന്നത്. കേരളത്തിലെ അടക്കമുള്ള പല മാധ്യമ പ്രവർത്തകരും നമുക്കറിയാം അന്തം കമ്മികൾ മാത്രമാണ്. അതായത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരെ ചെറിയുന്ന സഖാക്കന്മാരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ പുറകെ ഇറങ്ങി രാജീവ് ചന്ദ്രശേഖരെ അനാവശ്യമായി രാജീവ് ചന്ദ്രശേഖരെ കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ വിവാദത്തിലാക്കാൻ ശ്രമിക്കുന്ന ഈ സഖാക്കന്മാർ, പല സഖാക്കന്മാരും അതിൻ്റെ ഗുണഭോക്താക്കളാണെന്ന കാര്യത്തിൽ സംശയം ആർക്കും തന്നെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം കോടീശ്വരനായി പോയതൊരു ക്രിമിനൽ കുറ്റമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാശുണ്ടായി, അദ്ദേഹം ബിസിനസ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർന്നു, അദ്ദേഹം കാശുകാരനായി. അദ്ദേഹം അത് പൊതുപ്രവർത്തന രംഗത്തെത്തിയപ്പോൾ അവിടെ നിന്ന് സമ്പാദിച്ചതല്ല, ജനങ്ങളെ പറ്റിച്ചതല്ല, ജനങ്ങളുടെ ഏതെങ്കിലും പദ്ധതി അടിച്ചു മാറ്റിയതല്ല, ഭാരതത്തിൻ്റെ ഭൂസ്വത്ത് അല്ലെങ്കിൽ ഭാരതത്തിലെ ധാതുമണൽ വിറ്റിട്ടുണ്ടാക്കിയതല്ല, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ കബളിപ്പിച്ചുണ്ടാക്കിയതല്ല, കേന്ദ്രത്തിൻ്റെ പണം കടമെടുത്ത് സമ്പാദിച്ചു കൂട്ടിയതല്ല, പാവങ്ങളുടെ ബാങ്ക് കൊള്ളയടിച്ചുണ്ടാക്കിയതല്ല, അദ്ദേഹം ബിസിനസ് ചെയ്തുണ്ടാക്കിയതാണ്. ഈ ആർജവം നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. ഈ രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്ത് സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ബാംഗ്ലൂരിൽ അന്വേഷിച്ചു പോകുന്ന ഈ ആർജവം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തേണ്ടത് കരുവന്നൂർ ബാങ്ക് വിഷയത്തിലാണ്. സാധാരണക്കാരനായ ആൾക്കാർ അവരുടെ ഏറ്റവും വലിയ അവരുടെ ഒരു ജീവിതകാലത്തെ സമ്പാദ്യം കൂടുതൽ പലിശ കിട്ടുമെന്ന് വിചാരിച്ച് നിക്ഷേപിച്ചിരുന്ന കരുവന്നൂർ ബാങ്കിലേക്ക് ആ ബാങ്കിലേക്ക്
അവിടെ ജോലിയിലിരുന്നവരും CPM നേതൃത്വവും മറ്റുള്ളവരും എല്ലാം ചേർന്ന് തട്ടിപ്പ് നടത്തിയ വിഷയമൊന്ന് അന്വേഷിക്കണം. ഈ പണം എവിടേക്കായി പോയതെന്ന് അന്വേഷിക്കണം. അതിനു പകരം കരുവന്നൂരിൽ ED വന്നത്, കരുവന്നൂരിൽ ED എത്തിയപ്പോഴും നരേന്ദ്രമോദി കൃത്യമായും പറയുന്നുണ്ട്, കണ്ടുകെട്ടിയ സ്വത്തുക്കൾ മുഴുവൻ അത് നടപടികളിലൂടെ റിക്കവർ ചെയ്ത് ആ സ്വത്തുക്കളുടെ പണം അവിടെ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകർക്ക് തീർച്ചയായും നൽകുമെന്ന് തന്നെ അതൊരു പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ്. അങ്ങനെ പറയാൻ ആർജവമുള്ള ഒരു പ്രധാനമന്ത്രിയെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ട് കരുവന്നൂരിൽ സഖാക്കന്മാരെ എന്തോ ചെയ്യുന്നുവെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ കുറ്റവാളിയാക്കാൻ രാജീവ് ചന്ദ്രശേഖറെ ശ്രമിക്കുന്നു എന്നത് ഒരു വിരോധാഭാസം തന്നെയാണ്. ഏതായാലും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞൊരു തൊഴിലാളി നേതാവിൻ്റെ മകൾ BTech മാത്രമുള്ള ഒരാൾ കേരളത്തിലെ ഒരു വ്യവസായിയുമായി ചേർന്ന വ്യവസായിയുടെ കമ്പനിയിലേക്ക് ജോലിയിലെത്തുകയും അവിടെ നിന്നും കോടികൾ ടേൺ ഓവറുള്ള കമ്പനിയിലേക്ക് മാറുകയും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകൾക്കെതിരെ അന്വേഷണം നടത്തുന്ന കോർപ്പറേറ്റുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് അഴിമതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഏജൻസി SFIO, ആ അന്വേഷണ ഏജൻസിക്ക് കീഴിൽ അന്വേഷണം നേരിടുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒന്നുമില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. വീണയുടെ സ്വത്ത് അന്വേഷിച്ച് പോകുന്നില്ല, മുഹമ്മദ് റിയാസിന്റെ സ്വത്ത് അന്വേഷിച്ച് പോകുന്നില്ല, എന്തിന് തൊഴിലാളി നേതാവായ പിണറായി വിജയന്റെ സ്വത്ത് അന്വേഷിച്ച് പോകുന്നില്ല. അവർ സത്യവാങ്മൂലത്തിൽ പറയുന്നതെല്ലാം ശരി. രാജീവ് ചന്ദ്രശേഖരനെ ബാംഗ്ലൂരിലേക്ക് അന്വേഷിച്ചു പോകണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്, എന്തിന്റെ പേരിലാണ്? ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, രാജീവ് ചന്ദ്രശേഖർ ഒരു തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരെ നിരന്തരം ആക്രമിക്കുന്നത് ഒരു കാര്യത്തിൽ ഒരു സംശയലേശമെന്നേ നമുക്ക് പറയാൻ കഴിയും. രാജീവ് ചന്ദ്രശേഖരെ നിരന്തരം കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നത് പരാജയ ഭീതി കൊണ്ടാണ് CPM-ഉം കോൺഗ്രസും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.